ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ പറയുന്നത് തുലാം രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ചിത്തിര നക്ഷത്രം 30 നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം 45 നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള തുലാം രാശിയിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിലെ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നുണ്ടെങ്കിലും 6ാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴത്തിന് അഷ്ടമ ഭാവസ്ഥിതി കാണുന്നതിനാൽ ദൈനംദിന ജീവിതത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഭക്ഷണ കാര്യങ്ങളിലായാലും പ്രത്യേകിച്ച് ജീവിത അനുഷ്ഠാനങ്ങളൊക്കെ കൂടുതൽ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തിൽ. വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യാമാതുലകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തും സഞ്ചരിക്കുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ. 5ാം ഭാവാധിപതിയായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ വക്രസ്ഥിതിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. കൂടാതെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തിൽ. തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോൾ ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നതിനാലും ഭാഗ്യാധിപതിയായിട്ടുള്ള ബുധനാണെങ്കിൽ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തും സഞ്ചരിക്കുന്നതിനാൽ കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ഉള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഗുണാനുഭവങ്ങൾക്കും നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഈ ജൂലൈ മാസം 12-ാം തീയതി മുതൽ അഷ്ടമഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ഈ സമയത്ത് കർമ്മസംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്നത് ഉചിതമായിട്ട് കാണുന്നില്ല. കുടുംബനാഥനും 7ാം ഭാവനാഥനുമായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ ജൂലൈ മാസം 12-ാം തീയതി വരെ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് രുചക യോഗപ്രദനായിക്കൊണ്ട് നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതിനാലും ഈ സമയത്ത് ലാഭാധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിലോ വളരെ അനുകൂല സ്ഥിതി കാണുന്നതുകൊണ്ടും ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ജൂലൈ മാസം 12-ാം തീയതിക്ക് ശേഷം ഈ ചൊവ്വയ്ക്ക് അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ടും അഷ്ടമത്തിലാണെങ്കിലോ വ്യാഴത്തിൻ്റെതായ സ്വാധീനശക്തി ഉള്ളതിനാൽ ജൂലൈ മാസം 12-ാം തീയതിക്ക് ശേഷം ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിൽ കുടുംബത്തിൽ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് അഷ്ടമഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റെതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ 12-ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തേക്ക് വരുന്നതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ്. അതുകൊണ്ട് ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്.
പ്രത്യേകിച്ച് തുലാം രാശിയിൽ ജനിച്ചവർ ഈ ജൂലൈ മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്.